ഇതാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ വിഷുക്കണി. രാവിലെ എനിക്കന്ന് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല. മോനും മോളും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവരമ്പലത്തിൽ പോയിട്ട് വന്നു. പിന്നെ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ തിരക്കായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. രാവിലെ ഞങ്ങൾ സ്റ്റൂ കറിയും പിന്നെ ബ്രെഡും പത്തിരിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി സദ്യയായിരുന്നു. പിന്നെ ചോറും സാമ്പാറും പച്ചടി കിച്ചടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. സദ്യ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അല്ലേ. ഇപ്രാവശ്യം അമ്മയുണ്ടായിരുന്നു ഞങ്ങളിവിടെ, അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അച്ഛന് ചെറിയൊരു വയ്യായികയൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് വന്നതാണ്. അതുകൊണ്ട് ഞാനും അമ്മയും കൂടി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ സാരിയൊക്കെ കൊടുത്ത് ഫോട്ടോഷൂട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഞാൻ പറഞ്ഞില്ല ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഒരു കൗതുകം ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇരുന്ന്. മോളിന്ന് വൈകുന്നേരമാണെങ്കിൽ ഗോവയിലേക്ക് പോവാണ്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ കോഴിക്കോടാണെങ്കിൽ ഭയങ്കര ചൂടും. അപ്പോൾ ലഗേജൊക്കെ അവളെ റെഡിയാക്കി വെച്ച്. ഇതെൻ്റെ മോനാണ്, അവന് ഭയങ്കര മടിയാണ് പിന്നെ ഒരു വീഡിയോയിലൊക്കെ എടുക്കാൻ. പിന്നെ അമ്മേനെ ഞങ്ങൾ യോയോ അമ്മയൊക്കെ ആക്കി. പിന്നെ ചേച്ചിക്കുള്ള ഫുള്ള് ചക്ക മാങ്ങ അങ്ങനെ കുറേ അരിപ്പൊടി അങ്ങനെ കുറേ സാധനമൊക്കെ പാക്കാക്കി. ഞങ്ങൾക്ക് രാത്രി 12 മണിക്കായിരുന്നു ട്രെയിന്. റെയിൽവേ സ്റ്റേഷനിൽ പോയി യാത്ര കഴിക്കാൻ പോയത്. അനിയത്തിൻ്റെ കൂടെയാണ് എൻ്റെ മോള് പോകുന്നത്. എല്ലാ വെക്കേഷനും എൻ്റെ മോള് എൻ്റെ അനിയത്തിൻ്റെ കൂടെ ആയിരിക്കും. അവർ രണ്ടാളും നല്ല ഇടിയും വെക്കും, നല്ല ഭയങ്കര സ്നേഹമാണ്. ഒരു ദിവസം ഒരു 10 പ്രാവശ്യം അടി കൂടും. രാത്രി കിടക്കുമ്പോൾ നന്നാവും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ലഗേജൊക്കെ കയറ്റി പിന്നെ അവർ ഗോവയിലേക്ക് പോയി. പിന്നെ അപ്പോൾ ശരി, ബായ്.